പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ അഹമ്മദ് നഗർ ജില്ലയെ അഹല്യ നഗറാക്കി പുനർനാമകരണം ചെയ്യുമെന്ന പ്രസ്താവനയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ജില്ലയുടെ പേര് മാറ്റുന്ന കാര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഇതിനോടകം തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്നും ഫട്നാവിസ് പറയുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഈ പേരുമാറ്റം സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തിയിരുന്നതാണ്. മഹാരാഷ്ട്രയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. 18-ാം നൂറ്റാണ്ടിലെ മറാത്ത രാജ്ഞിയുടെ ബഹുമാനാർത്ഥം അഹമ്മദ് നഗർ ജില്ലയെ അഹല്യ നഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇതിനോടകം തീരുമാനമെടുത്തതായി അദ്ദേഹം റാലിയിൽ പറഞ്ഞിരുന്നു. മോദിയുടെ മൂന്നാമത്തെ ഭരണത്തിലാവും ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 18-ാം നൂറ്റാണ്ടിൽ മധ്യ ഇന്ത്യയിലെ മറാത്ത മാൾവ സാമ്രാജ്യത്തിലെ രാജ്ഞിയായ മഹാറാണി അഹല്യാദേവി പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ അഹമ്മദ് നഗർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഹമ്മദ് നഗറിൻ്റെ പേര് മാറ്റാനുള്ള BJPയുടെ നീക്കം. മഹാരാഷ്ട്രയിലെ 2 നഗരങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ പേര് മാറ്റിയിട്ടുണ്ട്. ഔറംഗാബാദിനെ ഛത്രപതി സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിനെ ധാരാശിവ് എന്നുമാണ് പുനർനാമകരണം ചെയ്തത്. ഈ 2 ജില്ലകളുടെയും പേര് മാറ്റാനുള്ള തീരുമാനം 2022-ൽ അന്നത്തെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ അധ്യക്ഷതയിൽ നടന്ന മഹാവികാസ് അഘാഡി സർക്കാരിൻ്റെ യോഗത്തിലാണ് എടുത്തത്. പിന്നീട് വന്ന ഏകനാഥ് ഷിൻഡെ സർക്കാരും ഈ പേര് മാറ്റാനുള്ള അനുമതി അംഗീകരിക്കുകയായിരുന്നു. മുഗൾ ചക്രവർത്തിമാരായ ഔറംഗസീബിൻ്റെയും നിസാം മിർ ഉസ്മാൻ അലി ഖാൻ്റെയും പേരിലാണ് ഔറംഗാബാദും ഒസ്മാനാബാദും നേരത്തെ അറിയപ്പെട്ടിരുന്നത്. മൂന്നാം തവണയും ഭരണത്തിലേക്ക് എത്തുമെന്ന് BJP പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മോഡി അടക്കമുള്ള നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വിവാദം, ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് BJP നടത്തിയ വിദ്വേഷ നീക്കങ്ങൾ, BJPക്കെതിരായ ക്ഷത്രിയ വിഭാഗത്തിൻ്റെ എതിർപ്പ് എന്നിവയെല്ലാം വോട്ടർമാരെ ഇത്തവണ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും പശ്ചിമ ബംഗാളിൽ ഇടതുമെല്ലാം ശക്തമായ പ്രചാരണമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. മോദിയുടെ 400 സീറ്റെന്ന മുദ്രാവാക്യത്തെ തന്നെ അത് ഇല്ലാതാക്കി കളഞ്ഞു. അതിനെ തുടർന്നാണ് വർഗീയ കാർഡ് ഇറക്കാൻ വീണ്ടും BJP നിർബന്ധിതരായത്. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ഇലക്ഷൻ. ഇതിനിടെ UPയിലെ സംഭാൽ ജില്ലയിലെ മുസ്ലിം വോട്ടർമാരെ പോലീസ് വോട്ട് ചെയ്യിക്കാതെ തല്ലി ഓടിച്ചതായും പറയുന്നുണ്ട്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും പോലും പോലീസ് വെറുതെ വിട്ടില്ല എന്നാണ് പറയുന്നത്. വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും ആധാർ കാർഡ് ഉൾപ്പെടെ പോലീസ് തട്ടിയെടുത്തെന്നും വോട്ടർമാർ പറയുന്നു. ഞങ്ങളുടെ ആധാർ കാർഡ് വ്യാജമാണെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ തിരിച്ചയക്കാൻ നോക്കി, പിന്നാലെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് വോട്ട് ചെയ്യാനെത്തിയ പ്രായമായ ഒരു സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞത്.